സംഭവം കൊലപാതകമെന്ന് പോലീസ്. കുടുംബവഴക്കിനെ തുടർന്ന് യുവതിയെ കൊലപ്പെടുത്തിയത് ഭർത്താവ്. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ 50-ലധികം വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. വ്യാഴാഴ്ച സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണവും പാലും കഴിച്ച വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. പുതുക്കാട് ഓടിക്കൊണ്ടിരുന്ന ഗുഡ്സ് ട്രെയിനിന് മുകളിൽ തെന്നുവീണ് ബോഗികൾ വേർപെട്ടു. ഗുരുവായൂർ എക്സ്പ്രസ് എത്തുന്നതിന് തൊട്ടു മുൻപായിരുന്നു അപകടം. പുതുക്കാട് അശോക റോഡിൽ സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ഒരാൾക്ക് വെട്ടേറ്റു. പുതുക്കാട് സ്വദേശി ആലപ്പാടൻ വീട്ടിൽ ജെറാൾഡിനാണ് വെട്ടേറ്റത്. സഹോദരൻ റാഫേലിനെ പുതുക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗണ്ടൂരിൽ മാംസവിൽപ്പനശാലയിൽ നിന്ന് വാങ്ങിയ ഇറച്ചിയിൽ പുഴു. സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് ലൈസൻസ് ഇല്ലാതെ. വെറ്റിലപ്പാറ പ്ലാന്റേഷൻ 17-ാം ബ്ലോക്കിൽ തുടർച്ചയായി പുലിയിറങ്ങുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികളുമായി വനം വകുപ്പ്. രാത്രികാല പട്രോളിംഗ് ഊർജിതമാക്കി. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. വരന്തരപ്പള്ളിയിൽ യുവതി മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. കുടുംബവഴക്കിനെ തുടർന്ന് ഭർത്താവാണ് കൊലപാതകം നടത്തിയത്. സമീപം വാടകയ്ക്ക് താമസിക്കുന്ന കണ്ണാറ കരടിയള തെങ്ങനാൽ വീട്ടിൽ കുഞ്ഞുമോന്റെ ഭാര്യ 36 വയസ്സുള്ള ദിവ്യയാണ് മരിച്ചത്. സംഭവം നടന്നത് ശനിയാഴ്ചയാണെങ്കിലും കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത് ഞായറാഴ്ചയാണ്. ദിവ്യയുടെ മുഖത്തും കഴുത്തിലുമുള്ള ചില പാടുകൾ പോലീസിൽ സംശയം ജനിപ്പിച്ചു. ദിവ്യയുടെ ബന്ധുക്കൾ ആദ്യം പരാതി ഉന്നയിച്ചില്ലെങ്കിലും പോലീസിന്റെ നിഗമനങ്ങളിൽ വീട്ടുകാർക്കും സംശയമുണ്ടാവുകയായിരുന്നു. ഇതോടെ ഭർത്താവ് കുഞ്ഞുമോനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുടുംബ വഴക്കിനെ തുടർന്ന് ദിവ്യയെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. പനിയും അലർജിയും ശ്വാസമുട്ടലും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ദിവ്യ മരണപ്പെട്ടുവെന്നാണ് ആദ്യഘട്ടത്തിൽ കുഞ്ഞുമോനും ബന്ധുക്കളും പറഞ്ഞിരുന്നത്. ഞായറാഴ്ച രാവിലെ ഇവരുടെ വീട്ടിലേക്ക് പോലീസ് എത്തി മൃതദേഹത്തിലെ പാടുകൾ തിരിച്ചറിഞ്ഞതോടെയാണ് കുഞ്ഞുമോന്റെ കള്ളം പൊളിഞ്ഞത്. പോലീസ് ചോദ്യം ചെയ്യലിൽ കുഞ്ഞുമോൻ കഥകൾ മാറ്റിപ്പറഞ്ഞ് കബളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവസാനം കുറ്റസമ്മതം നടത്തി. ഫോറൻസിക് വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടം നടപടികളുടെ ഭാഗമായി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കുഞ്ഞുമോനും ദിവ്യയ്ക്കും 11 വയസ്സുള്ള മകനുണ്ട്. TCV ന്യൂസ്, പുതുക്കാട്. പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. പടിയൂരിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന രേഖ, മാതാവ് മണി എന്നിവരെ 2-ാം തീയതിയാണ് വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്ത് ഞെരിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് കണ്ടെത്തിയിരുന്നു. രേഖയുടെ ഭർത്താവ് കോട്ടയം സ്വദേശിയായ പ്രേംകുമാറാണ് കൊലപാതകം നടത്തിയത്. പ്രേംകുമാർ ആദ്യ ഭാര്യയായ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് രേഖയെ പ്രേമം നടിച്ചു കല്യാണം കഴിച്ചത്. പ്രതിക്കായി അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. പക്ഷേ സംഭവം നടന്ന് 6 ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. LKG മുതൽ 4-ാം ക്ലാസ് വരെയുള്ള 50-ലധികം കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. വ്യാഴാഴ്ച ഉച്ചഭക്ഷണവും പാലും കഴിച്ച വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. വ്യാഴാഴ്ച രാത്രിയിലും വെള്ളി ശനി ദിവസങ്ങളിലായിട്ടാണ് കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടു തുടങ്ങിയത്. ഭൂരിഭാഗം കുട്ടികളെയും എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിലും സ്വകാര്യ ക്ലിനിക്കുകളിലും ചികിത്സ നൽകി വീട്ടിലേക്ക് കൊണ്ടുപോയി. അതേസമയം ഏതാനും കുട്ടികൾ ഇപ്പോഴും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലുമായി ചികിത്സയിലാണ്. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോണി ആളൂരിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ് വൈസ് അനുസരിച്ച് ഏതൊക്കെ കുട്ടികൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് കൃത്യമായി ഇന്ന് രാത്രിക്കുള്ളിൽ എല്ലാ ടീച്ചർമാരോടും കൃത്യമായി ഓരോ ക്ലാസ്സിലും കുട്ടികളുടെ പേരും അഡ്രസ്സും വയസ്സും പ്രശ്നമുള്ളവരെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂൾ PTA എത്രയും പെട്ടെന്ന് ഏറ്റവും എമർജൻസി ആയിട്ട് സ്കൂൾ PTA വിളിച്ച് പാരൻസിന്റെ മാതാപിതാക്കളുടെ ഇതിലുള്ള അഭിപ്രായം ചോദിച്ച് അതിൽ ഇനി അവരുടെയും കൂടി നിർദ്ദേശം അനുസരിച്ചുള്ള മറ്റു വ്യത്യാസങ്ങൾ വരുത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പ്രവേശന സമയത്ത് ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ കിണർ ശുചീകരിച്ച് വെള്ളം പരിശോധിച്ചിരുന്നു. അതുകൊണ്ട് വെള്ളത്തിന്റെ പ്രശ്നമാകാൻ സാധ്യതയില്ലെന്നും ഉച്ചഭക്ഷണത്തിൽ നിന്നോ പാലിൽ നിന്നോ ആകാമെന്നുമാണ് ആരോഗ്യ വിഭാഗം വിലയിരുത്തുന്നത്. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ജില്ലാ കളക്ടറെയും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെയും AE വിവരം അറിയിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, വാർഡ് മെമ്പർ MK ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പ്രധാന അധ്യാപിക KA സുജിനി, PTA പ്രസിഡന്റ് സുശാന്ത് എന്നിവരും അധ്യാപകരും സ്കൂളിലെത്തിയിരുന്നു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച സ്കൂളിന് അവധി നൽകി. TCV എരുമപ്പെട്ടി.
പുതുക്കാട് ഓടിക്കൊണ്ടിരുന്ന ഗുഡ്സ് ട്രെയിനിന് മുകളിൽ തെങ്ങ് വീണ് ബോഗികൾ വേർപെട്ടു. 3/4 മണിക്കൂറോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഞായറാഴ്ച രാവിലെ 6:30 പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്തായിരുന്നു സംഭവം. റെയിൽവേ പാതയ്ക്ക് സമീപത്ത് നിന്നിരുന്ന തെങ്ങ് ട്രെയിനിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. ഇതോടെ ട്രെയിനിന്റെ നടുഭാഗത്ത് വെച്ച് ബോഗികൾ വേർപെട്ടു. ട്രെയിനിലെ ജീവനക്കാർ തന്നെ പുറത്തിറങ്ങി തെങ്ങ് മുറിച്ചുമാറ്റി. 6:50 ഗതാഗതം പുനഃസ്ഥാപിച്ചു. ചാലക്കുടി ഭാഗത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്നു ട്രെയിൻ. യാത്രക്കാരുമായി വന്ന ഗുരുവായൂർ എക്സ്പ്രസ് എത്തുന്നതിന് തൊട്ടുമുൻപായിരുന്നു അപകടം. ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ് അരമണിക്കൂറോളം വൈകിയാണ് സർവീസ് പുനരാരംഭിച്ചത്. പുതുക്കാട് അശോക് റോഡിൽ സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ഒരാൾക്ക് വെട്ടേറ്റു. പുതുക്കാട് സ്വദേശി ആലപ്പാടൻ വീട്ടിൽ ജെറാൾഡിനാണ് വെട്ടേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് സഹോദരൻ റാഫേലിനെ പുതുക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുടുംബ പ്രശ്നമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പറയുന്നു. പരിക്കേറ്റ ജെറാൾഡിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെണ്ടൂരിൽ മാംസവിൽപ്പന കടയിൽ നിന്ന് വാങ്ങിയ ഇറച്ചിയിൽ പുഴുവിനെ കണ്ടെത്തി. വെണ്ടൂർ യൂണിയൻ സ്റ്റോപ്പിന് സമീപത്തുള്ള മാംസവിൽപ്പന കേന്ദ്രത്തിൽ നിന്നും ഞായറാഴ്ച രാവിലെ വാങ്ങിയ ഇറച്ചിയിലാണ് പുഴുവിനെ കണ്ടെത്തിയതായി പരാതിയുള്ളത്. വരാക്കര സ്വദേശിയാണ് ഇറച്ചി വാങ്ങിയത്. പരാതിയായതോടെ ഉടമ കടപൂട്ടി സ്ഥലം വിട്ടു. ആരോഗ്യ കേന്ദ്രം ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോഴേക്കും കട അടഞ്ഞുകിടക്കുകയായിരുന്നു. പരാതിക്കാരന്റെ വീട്ടിലെത്തിയ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ഇറച്ചിയുടെ സാമ്പിൾ പരിശോധനയ്ക്കെടുത്തിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മാംസവിൽപ്പനശാലയാണ് ഇതെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ഈ കടയെക്കുറിച്ച് മുൻപും സമാന പരാതികൾ ഉയർന്നിട്ടുണ്ട്. വിൽപ്പന നടത്തിയ ഇറച്ചിയിൽ പുഴുവിനെ കണ്ടെത്തിയതിനെ തുടർന്ന് അടച്ചിട്ട സ്ഥാപനം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് തുറന്ന് പ്രവർത്തിക്കുകയായിരുന്നു. അളഗപ്പ നഗർ പഞ്ചായത്തിലെ എല്ലാ മത്സ്യമാംസ വിൽപ്പന കേന്ദ്രങ്ങൾക്കും 15 മുതൽ ലൈസൻസ് നിർബന്ധമാക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. തിങ്കളാഴ്ച വീണ്ടും പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിഭാഗവും അറിയിച്ചിട്ടുണ്ട്. 2 ദിവസം മുൻപ് പുതുക്കാട് സെന്ററിൽ പ്രവർത്തിക്കുന്ന കാന്താരി തട്ടുകടയിലെ ഭക്ഷണത്തിൽ നിന്ന് പുഴുവിനെ കണ്ടെത്തിയതിനെ തുടർന്ന് കട അടപ്പിച്ചിരുന്നു. വെറ്റിലപ്പാറ പ്ലാന്റേഷൻ 17ാം ബ്ലോക്കിൽ തുടർച്ചയായി പുലിയിറങ്ങുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി വനം വകുപ്പ്. വളർത്തുപശുവിനെ പുലി ആക്രമിച്ച് വകവരുത്തിയ ദിവസം മുതൽ രാത്രികാലത്ത് എല്ലായിടത്തും പെട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വാഴച്ചാൽ ഡിഎഫ്ഒ IS സുരേഷ് ബാബു അറിയിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ ജീവനക്കാരെ ഉൾപ്പെടുത്തി അന്വേഷണം ഊർജിതമാക്കും. പശു ചത്തുകിടന്ന ഭാഗത്ത് പിറ്റേ ദിവസവും പുലിയെ കണ്ടത് തോട്ടം മേഖലയിൽ അങ്കലാപ്പുണ്ടാക്കിയിരുന്നു. ഇവിടെ തന്നെ ഒരു പുലിക്കുട്ടിയെ കണ്ടതാണ് ആളുകൾക്ക് ഏറെ ഭയമുണ്ടാക്കിയത്. ഈ സാഹചര്യത്തിൽ ബുധനാഴ്ച പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താനും ഡിഎഫ്ഒ തീരുമാനിച്ചിട്ടുണ്ട്. പുലി വകവരുത്തിയ പശുവിന്റെ ഉടമ കുറ്റിയിൽ ബിജുവിന് നഷ്ടപരിഹാരം നൽകുമെന്നും ഡിഎഫ്ഒ പറഞ്ഞു. TCV ന്യൂസ്, ചാലക്കുടി. ചാവക്കാട് മാമ ബസാറിൽ ആളില്ലാത്ത വീട്ടിൽ മോഷണം. 3.5 പവന്റെ സ്വർണ്ണമാല മോഷണം പോയി. പാലുവായി ചിറ്റാട റോഡിൽ മേച്ചേരി റഫീഖിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വെള്ളിയാഴ്ച ബന്ധുവീട്ടിലേക്ക് പോയ കുടുംബം ശനിയാഴ്ച വൈകിട്ട് എത്തിയപ്പോഴാണ് വിവരമറിയുന്നത്. വീടിന്റെ പുറകുവശത്തെ ഗ്രിൽ കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കയ്പമംഗലം 3 പീടികയിൽ അടച്ചിട്ട് വീട് കുത്തി തുറന്ന് മോഷണ ശ്രമം. വ്യാപാര ഭവനിനടുത്ത് കൊറ്റായിപ്പറമ്പിൽ സിദ്ദിഖിന്റെ വീടാണ് കുത്തി തുറന്ന നിലയിൽ കണ്ടെത്തിയത്. സിദ്ദിഖും കുടുംബവും വിദേശത്താണ്. പരിസരത്തുള്ളവരാണ് വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. മുൻവാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിട്ടുള്ളത്. വീടിനുള്ളിലെ അലമാരകൾ തുറന്നിട്ടുണ്ട്. വീടിനകത്ത് സ്വർണവും പണവും ഉണ്ടായിരുന്നില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവല്ലാമലയിൽ കോവിഡ് ബാധിച്ച് വയോധികൻ മരിച്ചു. പൂതനക്കര കിണറ്റിൻകര വീട്ടിൽ ശങ്കരനാരായണനാണ് മരിച്ചത്. 80 വയസ്സായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. സംസ്കാരം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു നടന്നു. മാള അണ്ണന്നൂരിൽ ബൈക്ക് അപകടത്തിൽ വൈന്തല സ്വദേശി മരിച്ചു. വൈന്തല കണിച്ചായി വീട്ടിൽ ഫ്രാൻസിസ് ആണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. ജലസേചന വകുപ്പ് മുൻ ജീവനക്കാരനാണ്. വെങ്കടങ്ങ് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് സണ്ണി വടക്കൻ കുഴഞ്ഞു വീണ് മരിച്ചു. മുൻ പഞ്ചായത്ത് മെമ്പർ PK പീതാംബരന്റെ മരണത്തിൽ സർവകക്ഷി അനുശോചന പരിപാടിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കുഴഞ്ഞു വീണത്. CPI മണലൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗവും വെങ്കടങ്ങ് ഫാർമേഴ്സ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റുമാണ് സണ്ണി വടക്കൻ. ഇടവേള. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. ഹലോ, ഫുൾ A+.
കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. അതിന് പുറത്തേക്ക് വിട്ട് പഠിപ്പിക്കണ്ടേ? ചെലവ് എത്രയാന്ന്? അതിന് അപ്പ കടന്നു ഓടിയിട്ട് കാര്യമില്ല. KSFE പുതിയ ഹാർമണി ചുറ്റി ചേരണം ഇപ്പൊ തന്നെ. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. പൈലറ്റെ, സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട്. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSFE, ഈ നാടിന്റെ ധൈര്യം. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിത് ജുവൽ റോക്കി കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശക്ക് കൂടുതൽ പണം കിട്ടുമല്ലോ. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. വാർത്തകളിലേക്ക്. പാണഞ്ചേരി പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടം കാണാനെത്തിയ വിദ്യാർത്ഥിക്ക് പാറയ്ക്ക് മുകളിൽ നിന്നും കാൽ വഴുതി വീണ് ഗുരുതര പരിക്ക്. വടൂക്കര സ്വദേശി ഷമീറിന്റെ മകൻ ഷഹബീനാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ഷഹബീനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അയ്യന്തോൾ സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് ഷഹബീൻ. കേരള കലാമണ്ഡലത്തിന് സമീപം നിയന്ത്രണം തെറ്റിയ കാർ 15 അടി താഴ്ചയുള്ള വീട്ടിലേക്ക് മറഞ്ഞു. കാറിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാർക്ക് പരിക്കേറ്റു. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലാണ് അപകടമുണ്ടായത്. ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപം താമസിക്കുന്ന അഡ്വക്കേറ്റ് ജാസ്മിന്റെ വീട്ടിലേക്കാണ് തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോയിരുന്ന കുടുംബത്തിന്റെ കാർ നിയന്ത്രണം തെറ്റി മറഞ്ഞത്. പരിക്ക് പറ്റിയവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനു മുൻപും 3 അപകടങ്ങൾ സമാനമായ രീതിയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് വീട്ടുടമയായ ജാസ്മിൻ പറഞ്ഞു. എരുമപ്പെട്ടി വെള്ളറക്കാട് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് അപകടം. ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്നും എരുമപ്പെട്ടി ഭാഗത്തേക്ക് പോയിരുന്ന കാർ നിയന്ത്രണം വിട്ട് പാതയോരത്തെ മരത്തിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടു. അതിരപ്പള്ളി പിള്ളപ്പാറയിൽ കാറിൽ തട്ടി നിയന്ത്രണം വിട്ട് ടെമ്പോ ട്രാവലർ മറിഞ്ഞ് ഒരാൾക്ക് പരിക്ക്. ചാവക്കാട് എടക്കളത്തിൽ റിനീഷയ്ക്കാണ് പരിക്കേറ്റത്. അതിരപ്പള്ളി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ഇവർ സഞ്ചരിച്ചിരുന്ന ടെമ്പോ വാൻ എതിർദിശയിൽ നിന്നും എത്തിയ കാറിൽ തട്ടിയാണ് മറിഞ്ഞത്. വാനിന്റെ മുൻചക്രങ്ങൾ 2 ഊരിപ്പോയി. 15ഓളം യാത്രക്കാരായിരുന്നു വാനിലുണ്ടായിരുന്നത്. പരിക്കേറ്റ റിനീഷയെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ നായ്ക്കനാൽ ജംഗ്ഷനിൽ നിന്ന് അഴിച്ചുമാറ്റിയ ബട്ടി സ്വീബ്ര വീണ്ടും പുനഃസ്ഥാപിച്ചു. കാഴ്ചപരിമിതർക്ക് സുരക്ഷിതമായ റോഡ് മുറിച്ചു കടക്കുവാൻ നായ്ക്കനാൽ സിഗ്നൽ ജംഗ്ഷനിൽ സ്ഥാപിച്ച ഉയർന്ന ശബ്ദമുള്ള ബട്ടി സ്വീബ്ര പൂരത്തോടനുബന്ധിച്ച് അഴിച്ചുമാറ്റിയിരുന്നു. എന്നാൽ പൂരം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടും ഇത് പുനഃസ്ഥാപിച്ചിരുന്നില്ല. ഇതിനാൽ കാഴ്ചപരിമിതർ അടക്കമുള്ള കാൽനട യാത്രികർക്ക് വലിയ ദുരിതമായി മാറുകയും ചുവന്ന സിഗ്നൽ ലൈറ്റ് തെളിഞ്ഞാലും വാഹനങ്ങൾ നിർത്താതെ പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം TCV വാർത്ത നൽകിയിരുന്നു. ഞായറാഴ്ചയാണ് ബട്ടി സ്വീബ്ര നായ്ക്കനാലിൽ വീണ്ടും പ്രവർത്തിച്ചത് തുടങ്ങിയത്. ട്രാഫിക് ഇൻസ്പെക്ടറായ ബേബിയാണ് ഈ നൂതന ആശയത്തിന് പിന്നിൽ. തൃശൂർ മൃഗശാല മ്യൂസിയത്തിന്റെ ചുറ്റുമതിൽ തകർന്ന ഭാഗം മൃഗശാല അധികൃതർ താൽക്കാലികമായി അടച്ചു. കാലപ്പഴക്കം കൊണ്ട് തകർച്ചാ ഭീഷണി നേരിടുന്ന തൃശൂർ മൃഗശാല മ്യൂസിയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചുറ്റുമതിലിന്റെ ഒരു ഭാഗം തകർന്നു വീണിരുന്നു. ഇതുവഴി സാമൂഹ്യ വിരുദ്ധർക്ക് മൃഗശാലയ്ക്ക് ഉള്ളിലേക്ക് കടക്കാവുന്ന സാഹചര്യമാണ് നിലനിന്നിരുന്നത്. ഇത് സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസം വാർത്തയും നൽകിയിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട മൃഗശാല അധികൃതർ ഇടിഞ്ഞ ഭാഗം താൽക്കാലികമായി അടച്ചു. ഈ മതിൽ പുനർനിർമ്മിക്കാനായി പൊതുമരാമത്ത് വകുപ്പിന് മൃഗശാല അധികൃതർ ആവശ്യമായ തുക കൈമാറിയിട്ടുണ്ടെങ്കിലും മതിൽ പുനർനിർമ്മിക്കാൻ ആവശ്യമായ നടപടികളൊന്നും പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഇനിയും ആരംഭിച്ചിട്ടില്ല. വീണ്ടും ട്രോളിംഗ് നിരോധന കാലം. തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ 52 ദിവസത്തേക്കാണ് ട്രോളിംഗ് നിരോധനം. യന്ത്രവൽകൃത ബോട്ടുകളിൽ മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾക്ക് ഇനി ക്ഷാമകാലമാണ്. കാലാവസ്ഥാ വ്യതിയാനവും മത്സ്യക്ഷാമവും ഈ മേഖലയെ പ്രതികൂലമായി ബാധിച്ച സമയത്താണ് ട്രോളിംഗ് നിരോധനം കടന്നുവരുന്നത്. യന്ത്രവൽകൃത ബോട്ടുകളെ മാത്രമല്ല ട്രോളിംഗ് നിരോധനം പ്രതികൂലമായി ബാധിക്കുക. മത്സ്യവിതരണം, സംസ്കരണം, കയറ്റിറക്ക്, ഐസ് പ്ലാന്റ് തുടങ്ങി മത്സ്യവിപണന കേന്ദ്രങ്ങളോട് ചേർന്നുള്ള ചായക്കടകളെ പോലും ട്രോളിംഗ് നിരോധനം പ്രതിസന്ധിയിലാക്കും. 10,000-ഓളം ബോട്ടുകളുടെ എഞ്ചിൻ നിലയ്ക്കുന്നതോടെ മത്സ്യബന്ധന മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങളുടെ അടുപ്പിൽ തീയണയും. എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതീക്ഷയുടെ കാലമാണ്. ബോട്ടുകൾ കളം വിട്ട കടലിൽ വല നിറയ്ക്കാമെന്ന പ്രത്യാശയിലാണിവർ.
TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ട്രോളിംഗ് നിരോധനത്തിന് മുന്നോടിയായി കടപ്പുറം മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ വലിയ മത്സ്യബന്ധന യാനങ്ങൾ കരയ്ക്കടുപ്പിച്ചു. ബോട്ടിൽ നിന്ന് വല ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന സാമഗ്രികൾ പുറത്തെത്തിച്ചു. 50ഓളം ബോട്ടുകളാണ് മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്ന് മത്സ്യബന്ധനം നടത്തുന്നത്. മീൻപിടുത്ത ബോട്ടുകാർക്ക് നിരോധനത്തിന് മുൻപ് തന്നെ വറുതിയുടെ നാളുകൾ തുടങ്ങിയിരുന്നു. നിരോധനത്തിന് മുൻപുള്ള ആഴ്ചകളിൽ ഉണ്ടാകാറുള്ള മത്സ്യലഭ്യത ഇത്തവണയുണ്ടാവാതിരുന്നത് മേഖലയ്ക്ക് തിരിച്ചടിയായി. കടൽക്ഷോഭവും ട്രോളിംഗിന് തൊട്ടു മുൻപത്തെ ദിവസങ്ങളിൽ തിരിച്ചടിയായതായി തൊഴിലാളികൾ പറഞ്ഞു. ഈ 9-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്ത ട്രോളിംഗ് നിരോധനം 55 ദിവസം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. അത് മത്സ്യബന്ധന ബോട്ടുകൾ കടങ്ങാനുള്ള അത് പ്രധാനമായിട്ടും മത്സ്യബന്ധന കുറവ്, പിന്നെ അതുപോലെ തന്നെ സാഹചര്യത്തിലാണ് ഈ ട്രോളിംഗ് നിരോധനം 52 ദിവസം സർക്കാരിന്റെ ഭാഗത്തും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ നിന്നെല്ലാം മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്ന രീതിയിൽ പ്രത്യേക പാക്കേജുകൾ നൽകിക്കൊണ്ട് സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ട്രോളിംഗ് നിരോധനം കൂടിയെത്തിയതോടെ തൊഴിലാളികൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. മത്സ്യലഭ്യത കുറവിന്റെ പ്രതിസന്ധി ട്രോളിംഗ് നിരോധനത്തിനു മുൻപുള്ള 2-3 ആഴ്ചകളിലെ ഉയർന്ന മത്സ്യലഭ്യത കൊണ്ട് ഒരു പരിധിവരെ മറികടക്കുന്നതായിരുന്നു മീൻപിടുത്ത ബോട്ടുകാരുടെ പതിവ്. ഈ പതിവിനാണ് ഇക്കുറി മാറ്റമുണ്ടായത്. ഈ ദിനങ്ങളിലെ പ്രതിസന്ധി തീർക്കാൻ തൊഴിലാളികൾക്ക് പ്രത്യേക പാക്കേജ് ഉണ്ടാക്കണമെന്നും നിരോധന സമയങ്ങളിൽ അനധികൃത മത്സ്യബന്ധനം അധികൃതർ ഇടപെട്ട് തടയണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. വറുതിയുടെ സമയമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു തൊഴിലുമില്ല. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരുന്ന തൊഴിൽ സമയത്തെല്ലാം വിദേശമായ മത്സ്യങ്ങളോ കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. അന്തരീക്ഷത്തിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം കൂടിയിട്ട് എല്ലാം വളരെ പ്രതിസന്ധിയിലാണ്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന കാലത്ത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് നിരോധനമാണെങ്കിലും അനധികൃതമായിട്ടുള്ള മത്സ്യബന്ധനം നടന്നുകൊണ്ടിരിക്കും. അതിന് സർക്കാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ശ്രദ്ധ ചെലുത്തണമെന്ന് വിനീതമായിട്ട് പറയുകയാണ്. മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട അനുബന്ധ തൊഴിലാളികളെല്ലാം ദുരിതത്തിലാണ്. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. വേനൽക്കാലത്തെ ഇന്ധനച്ചെലവും മറ്റു ചെലവും കഴിച്ച് മിച്ചം വരുന്നത് കടം മാത്രമായപ്പോൾ പല ബോട്ടുകളും പണി നേരത്തെ തന്നെ നിർത്തിയിരുന്നു. TCV ന്യൂസ്, ചാവക്കാട്. കൊടുങ്ങല്ലൂർ അഴീക്കോട് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. വലപ്പാട് കരയാമുട്ടം സ്വദേശി ഇരുവേലി വീട്ടിൽ നവീൻ, വലപ്പാട് കോതകുളം ബീച്ച് സ്വദേശി കളരിക്കൽ വീട്ടിൽ ദിലീപ്, മേത്തല പടന്ന സ്വദേശി ആലിപ്പറമ്പിൽ വീട്ടിൽ സക്കു എന്ന ബെന്യാമൻ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. രാമവർമ്മപുരം കുറ്റുമുക്ക് സ്വദേശി ഇലമുറ്റത്ത് വീട്ടിൽ സതീഷിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. അന്നമനട കല്ലൂരിൽ രാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറി കാറിന്റെ ചില്ല് അടിച്ചു തകർത്ത സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. പാലിശ്ശേരി സ്വദേശി ശ്രീകാന്താണ് അറസ്റ്റിലായത്. കല്ലൂർ മഠത്തുംപടി വീട്ടിൽ അൻവറിന്റെ വീട്ടിലാണ് ശനിയാഴ്ച രാത്രി ആക്രമണം നടന്നത്. ശ്രീകാന്തിന്റെ ബന്ധുവിന്റെ നിന്ന് അൻവറിന്റെ മകൻ വായ്പ വാങ്ങിയ പണം തിരികെ നൽകാത്തതിലുള്ള വൈരാഗ്യമാണ് കാരണമെന്ന് FIR-ൽ പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നാടും നൽകിയ ആദരം ഏറ്റുവാങ്ങി അന്തിക്കാട്ടെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തക ചക്കമ്പി തങ്ക യാത്രയായി. 1955 തൃശൂർ അന്തിക്കാട് കരിക്കൊടി പ്രദേശത്ത് തൊഴിലിനും കൂലിക്കുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചകിരി തൊഴിലാളി സമരത്തിൽ പങ്കെടുത്ത വനിതാ സഖാവാണ് ചക്കമ്പി തങ്ക. CPI ജന്മശതാബ്ദിയുടെ ഭാഗമായി കരിക്കൊടി ചകിരി തൊഴിലാളി സമരസ്മരണ സംഘടിപ്പിച്ചിരുന്നു. സമരത്തിൽ പങ്കെടുത്തവരിൽ ജീവിച്ചിരിക്കുന്ന 13 പേരെ ആദരിക്കുന്ന ചടങ്ങിൽ ചക്കമ്പി തങ്കയെയും ആദരിച്ചിരുന്നു. ക്യാൻസർ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നതിനാൽ തങ്കയുടെ മകൻ രാജനാണ് ആദരവ് ഏറ്റുവാങ്ങിയത്. അന്തിമ നിമിഷത്തിൽ ആദരവ് ചടങ്ങിൽ നൽകിയ പൊന്നാടയും സമര ഉപഹാരവും ചേർത്തുപിടിച്ചാണ് കഴിഞ്ഞ ദിവസം തങ്ക ഉറങ്ങിയത്. രാവിലെ മരണപ്പെടുകയായിരുന്നു. ചക്കമ്പി മാധവനാണ് ഭർത്താവ്. മന്ത്രി K. രാജൻ, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ, മുൻ മന്ത്രി VS സുനിൽകുമാർ തുടങ്ങിയവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. TCV ന്യൂസ്, തൃപ്രയാർ. എരുമപ്പെട്ടിയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരനായ കരിയന്നൂർ കൊട്ടേക്കാട് വീട്ടിൽ വിനോദിനാണ് പരിക്കേറ്റത്. ഇയാളെ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിർമ്മാണത്തിൽ അഴിമതിയെന്ന ആരോപണം. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനെതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്ന് അരിമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെൻസൺ ജെയിംസ്. ഫാം റോഡ് നിർമ്മിക്കേണ്ടയിടത്ത് ഉയരം കൂടിയ ബണ്ട് നിർമ്മിച്ചത് മൂലം കർഷകർക്ക് ദുരിതം മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. റീബിൽഡ് കേരള പദ്ധതി പ്രകാരം 3000 കോടി രൂപയാണ് കോൾ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അനുവദിച്ചത്. വിളക്കുമാടം പടവിൽ 5.5 കോടിയോളം രൂപയാണ് ബണ്ട് റോഡ്, സ്ലൂയിസുകൾ തുടങ്ങിയ പ്രവൃത്തികൾക്കായി ചെലവഴിച്ചത്. ഇതിന്റെ പാളിച്ച പറ്റിയിട്ടുള്ളത് KLDC ഉദ്യോഗസ്ഥർക്കും
അതേപോലെ തന്നെ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്കും അടക്കം വരാവുന്ന ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ ഉത്തരവാദി. ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ഇവിടുത്തെ ഭരണകർത്താക്കളായ CPMന്റെ പ്രധാനപ്പെട്ട ചില ഭാരവാഹികളാണ്. അവരാണ് ഇതിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നടത്തിപ്പുകാർ തന്നെ പരാതിക്കാരായി ആ പരാതിക്കാരുടെ വേഷത്തിൽ വന്ന് അവർ നടപടിയെടുക്കണമെന്നാണ് ഇന്നലെ ഇവിടെ കണ്ടത്. വ്യക്തമായിട്ടും നമ്മൾക്ക് മനസ്സിലാകുന്നത് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലാണ് ഇവിടെ ചില പൊതുപ്രവർത്തകർ പ്രവർത്തിക്കുന്നത്. ഇത് ദുർവിനിയോഗം ചെയ്ത ഇതിന് വ്യക്തമായിട്ട് നമ്മൾ നടപടിയെടുക്കുമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. അശാസ്ത്രീയ നിർമ്മാണം മൂലം വർഷകാലത്ത് സമീപ കരകളിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയാണുള്ളതെന്ന് തൃശൂർ കോൾ കർഷക സംഘം മെമ്പർ അഡ്വക്കേറ്റ് വി സുരേഷ് കുമാർ ആരോപിച്ചു. ഉയരം കൂടിയ ബണ്ട് നിർമ്മിച്ചതുമൂലം സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെട്ടു. പഞ്ചായത്തിൽ നടന്ന ചർച്ചയിൽ ഫാം റോഡ് മതിയെന്ന് കർഷകർ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും KLDC അത് വകവയ്ക്കാതെ കരാറുകാരന്റെ താൽപര്യം കണക്കിലെടുത്ത് ബണ്ട് നിർമ്മിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇടിഞ്ഞുകിടക്കുന്ന അടമ്പും ചാലും പ്രദേശവും നേതാക്കളും കർഷകരുമായ അജീഷ് മാമ്പുള്ളി, പുരുഷോത്തമൻ, കൃഷ്ണകുമാർ, വിജി ആന്റണി തുടങ്ങിയവർ സന്ദർശിച്ചു. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. പന്നിയങ്കര ടോൾ പ്ലാസയിൽ നിന്നും 7.5 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള സ്റ്റാൻഡിൽ ഓടുന്ന ഓട്ടോ ടാക്സി വാഹനങ്ങൾക്ക് പാസ് അനുവദിച്ചു. 350 രൂപയുടെ പാസിനുള്ള അപേക്ഷ കൊടുത്തു തുടങ്ങി. ആധാർ കാർഡ്, RC ബുക്ക് എന്നിവയുടെ കോപ്പിയും ഫാസ്ടാഗ് നമ്പറുമായി ഫോം പൂരിപ്പിച്ച് നൽകുക എന്നതാണ് നടപടി. പാലക്കാട് കളക്ടറേറ്റിൽ K രാധാകൃഷ്ണൻ MP, PP സുമോദ് MLA, ജില്ലാ കളക്ടർ, ADM, നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. അതിരപ്പള്ളിയിലേക്കും മലക്കപ്പാറയിലേക്കും വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്ക്. 2000-ലധികം വാഹനങ്ങളാണ് മലക്കപ്പാറയിലേക്ക് എത്തിയത്. പ്രദേശത്ത് കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. അതിരപ്പള്ളിയുടെ കവാടത്തിന് മുന്നിൽ വിനോദസഞ്ചാരികളുടെ നീണ്ട നിരയായിരുന്നു. ബക്രീദിന്റെ അവധി ദിവസങ്ങളിലും അതിരപ്പള്ളിയിൽ കനത്ത തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. അതിരപ്പള്ളിയിൽ ഞായറാഴ്ച ടിക്കറ്റ് വിൽപ്പനയിലൂടെ 9 ലക്ഷം രൂപ ലഭിച്ചു. തുമ്പൂർമൊഴിയിലെ കുട്ടികളുടെ പാർക്കിലും 55,000 രൂപ വരുമാനം ലഭിച്ചിട്ടുണ്ട്. തോളൂർ പഞ്ചായത്തിലെ മുള്ളൂർ കായൽ റോഡരികിന്റെ സൗന്ദര്യവൽക്കരണം തുടങ്ങി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പറപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് മുള്ളൂർ കായൽ റോഡരികിൽ ചെടികൾ വെച്ചുപിടിപ്പിച്ച് മനോഹരമാക്കുന്നത്. നട്ടുപിടിപ്പിച്ച ചെടികളുടെ തുടർ പരിചരണവും വ്യാപാരികൾ ഏറ്റെടുത്തിട്ടുണ്ട്. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി PP ജോണി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ലില്ലി ജോസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുരാവസ്തു സംരക്ഷണം, പൗരാവകാശങ്ങളും കടമകളും എന്ന വിഷയത്തിൽ തൃശൂരിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. സംസ്ഥാന പുരാവസ്തു വകുപ്പ് മുൻ ഡയറക്ടർ സത്യമൂർത്തി മുഖ്യപ്രഭാഷണം നടത്തി. KHRS പ്രസിഡന്റ് പ്രൊഫസർ കാതറിൻ ജമ്മ അധ്യക്ഷയായി. അഭിഭാഷകൻ KT കൃഷ്ണദാസ്, കേരള മീഡിയ അക്കാദമി മുൻ ഡയറക്ടർ K രാജഗോപാൽ, KHRS സെക്രട്ടറി ജോസഫ് ജോൺ കീത്ര, ചിറക്കൽ നാരായണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പാലിയൂർ തീർത്ഥകേന്ദ്രത്തിൽ ആദ്യാക്ഷരം കുറിച്ച് നിരവധി കുട്ടികൾ. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചു. ഇടവകയിലെ സെന്റ് വിൻസെന്റ് ഡീപോൾ സംഘടന കുട്ടികൾക്കായി ഒരുക്കിയ പഠനോപകരണങ്ങൾ തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ്
റവറൻ ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ക്ലിന്റ് പാണേങ്ങാടൻ എന്നിവർ വിതരണം ചെയ്തു. ലാലൂർ ശ്രീനാരായണ യുവജന സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ സമാജം മുൻ പ്രസിഡന്റും രക്ഷാധികാരിയുമായിരുന്ന വീരരാഘവൻ അനുസ്മരണം, വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണം എന്നിവ സംഘടിപ്പിച്ചു. SNDP അസിസ്റ്റന്റ് സെക്രട്ടറി KV സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ യുവജന സമാജം പ്രസിഡന്റ് KS രമണൻ അധ്യക്ഷത വഹിച്ചു. ഗുരുമന്ദ രക്ഷാധികാരികളായ അഡ്വക്കേറ്റ് രഘുനാഥ് കഴുങ്കിൽ, അഡ്വക്കേറ്റ് KS സിദ്ധാർത്ഥൻ എന്നിവർ വീരരാഘവന്റെ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. SNDP കേന്ദ്ര വനിതാ സംഘം സെക്രട്ടറി സംഗീത വിശ്വനാഥൻ, തൃശൂർ യൂണിയൻ പ്രസിഡന്റ് IG പ്രസന്നൻ, കോർപ്പറേഷൻ കൌൺസിലർ ലാലി ജെയിംസ്, സുനിൽ ലാലൂർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ് ദാനവും LKG മുതൽ +2 വരെയുള്ള കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും നിർവഹിച്ചു. കോടശ്ശേരി പഞ്ചായത്തിലെ മലയോര മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ തുടരുന്ന കാട്ടാനയുടെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ചായപ്പൻകുഴി സെന്റ് ആന്റണീസ് പള്ളിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും നടത്തി. പൊതുയോഗം ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ ഫാദർ വിൽസൺ ഈരത്തറ ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ ജിജോ ചാക്കിയത്ത് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ വൻ തിരക്ക്. ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വേണാർ എക്സ്പ്രസ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനായി 2 ദിവസത്തെ അവധി കഴിഞ്ഞ് പോകുന്നവരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ടിക്കറ്റ് കൌണ്ടറിൽ ഏറെ നേരം നീണ്ട ക്യൂ ആയിരുന്നു. സംഘടനാ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഏകദിന നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി TM നാസർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PV രമണൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VM മുഹിയുദ്ദീൻ, ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. BJP കൊടുങ്ങല്ലൂർ കിഴുത്തളി ഏരിയ കമ്മിറ്റിയുടെയും ഭാരതീയ മത്സ്യത്തൊഴിലാളി സെൽ ആനാപ്പുഴ യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. BJP സംസ്ഥാന സമിതി അംഗം ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. കിഴുത്തളി ഏരിയ പ്രസിഡന്റ് അജിത് ബാബു അധ്യക്ഷത വഹിച്ചു. സൌത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ മേഖല അഞ്ചപ്പാലം ഗ്രാമം കലാ സാംസ്കാരിക സംഘടന SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ചവർക്ക് അനുമോദനവും വിദ്യാർത്ഥികൾക്ക് സൌജന്യ പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ രവീന്ദ്രൻ നടുമുറി അധ്യക്ഷത വഹിച്ചു. അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ റൈറ്റർ സിജു നന്ദനൻ, വാർഡ് കൌൺസിലർ അലീമ റഷീദ്, ഗ്രാമം സെക്രട്ടറി TS തിലകൻ, ജോയിന്റ് സെക്രട്ടറി KP ഷിനേഷ്, സുനിൽ പഴുക്കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കുഴൂർ വാദിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചിത്രരചന മത്സരം ചിത്രകാരൻ സുരേഷ് മുട്ടത്തി ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ ഉദ്ഘാടനം ചെയ്തു. വാദിക പ്രസിഡന്റ് TS പുഷ്പൻ അധ്യക്ഷനായി. സെക്രട്ടറി PR അജിത് കുമാർ, സേതുമോൻ ചിറ്റേത്ത്, ഡോക്ടർ ഷാജു ആന്റണി, വാർഡംഗം റോസ്മി രാജു തുടങ്ങിയവർ സംസാരിച്ചു. ഇളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ കുടുംബ സംഗമം കാക്കശ്ശേരിയിൽ നടന്നു. വിരമിച്ച സൈനികരെയും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു. DCC പ്രസിഡന്റ് PK രാജൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് CJ സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ, സുബിരാജ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,980 രൂപ, പവന് 71,840 രൂപ. വെള്ളി ഗ്രാമിന് 117 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,711 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ. സംഭവം കൊലപാതകമെന്ന് പോലീസ്. കുടുംബവഴക്കിനെ യുവതിയെ കൊലപ്പെടുത്തിയത് പ്രതാപ്.
വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. വ്യാഴാഴ്ച സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണവും പാലും കഴിച്ച വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. പുതുക്കാട് ഓടിക്കൊണ്ടിരുന്ന ഗുഡ്സ് ട്രെയിനിന് മുകളിൽ തെങ്ങ് വീണ് ബോഗികൾ വേർപെട്ടു. ഗുരുവായൂർ എക്സ്പ്രസ് എത്തുന്നതിന് തൊട്ടു മുൻപായിരുന്നു അപകടം. പുതുക്കാട് അശോക റോഡിൽ സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ഒരാൾക്ക് വെട്ടേറ്റു. പുതുക്കാട് സ്വദേശി ആലപ്പാടൻ വീട്ടിൽ ജെറാൾഡിനാണ് വെട്ടേറ്റത്. സഹോദരൻ റാഫേലിനെ പുതുക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. വെണ്ടൂരിൽ മാംസ വിൽപ്പനശാലയിൽ നിന്ന് വാങ്ങിയ ഇറച്ചിയിൽ പുഴു. സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് ലൈസൻസ് ഇല്ലാതെ. വിട്ടിലപ്പാറ പ്ലാന്റേഷൻ 17-ാം ബ്ലോക്കിൽ തുടർച്ചയായി പുലിയിറങ്ങുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികളുമായി വനംവകുപ്പ് രാത്രികാല പട്രോളിംഗ് ഊർജിതമാക്കി. ഇതോടെ ഈ ബുള്ളറ്റിൻ പുറമാകുകയാണ്. നമസ്കാരം.